ഓഡിറ്റിങ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഒരു പ്രഷർ ഇല്ലാതെ? നോക്കാം നമുക്ക് ഓഡിറ്റിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ടോട്ടലി നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് ഓഡിറ്റിങ്ങിനകത്ത് വരുന്നത്. ഈ 11 ചാപ്റ്റേഴ്സും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ഞാനവിടെ കാറ്റഗറി ചെയ്യാൻ വേണ്ടി പോണത്. ഫസ്റ്റ് ഞാൻ അതിനൊരു പ്ലാൻ പറഞ്ഞുതരാം. ഒരു 3 സെഗ്മെൻറ്റ് ഞാൻ കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു എ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, ബി കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, ഒരു സി കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എ കാറ്റഗറി, ബി കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ ഒരു സി കാറ്റഗറി ഉണ്ട്. ഇനി ഞാൻ എ കാറ്റഗറിക്കകത്ത് കൊടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ നമ്പർ 11, ചാപ്റ്റർ നമ്പർ 8, ചാപ്റ്റർ നമ്പർ 3, ചാപ്റ്റർ നമ്പർ 1 ആൻഡ് ചാപ്റ്റർ നമ്പർ 6 ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 50 അല്ലെങ്കിൽ 45 to 55 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ പാർട്ട് നമ്പർ ബി കൊടുത്തു. പാർട്ട് നമ്പർ ബി മീൻസ് ചാപ്റ്റർ നമ്പർ 4, 7 and 2. നോക്കി, പാർട്ട് ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അൺഇമ്പോർട്ടൻറ്റ് എന്നല്ല. പാർട്ട് ബി ആൾസോ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം എസ് കംപ്ലീറ്റ് വരുന്നതും പാർട്ട് ബിക്കകത്താണ്. ഓക്കെ, ഒരു 35 to 40 മാർക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ബിക്കകത്ത് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട് സി, വിച്ച് മീൻസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയ, ചാപ്റ്റർ നമ്പർ 10, 9 and 5. ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നല്ല, മറ്റു ചാപ്റ്റേഴ്സ് പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിലോട്ട് വന്നാൽ മതി. നമുക്ക് നോക്കാം, 1 by 1 ആക്കി നോക്കാം എന്താണ് ഓരോ ചാപ്റ്ററിനകത്തും ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ നമ്പർ 11. എന്തുകൊണ്ടാണ് ചാപ്റ്റർ നമ്പർ 11 ഞാൻ ഇമ്പോർട്ടൻറ്റ് പറയാൻ കാരണം? ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക വൈ ചാപ്റ്റർ നമ്പർ 11. എന്തുകൊണ്ട് നമ്മൾ 11th ചാപ്റ്റർ ഇമ്പോർട്ടൻസ് ആക്കി കൊടുത്തു? കാരണം എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഒരേ ഇമ്പോർട്ടൻസ് ഒരേ വേവ് ലെങ്ത്തിൽ കൊടുത്തിട്ടില്ലല്ലോ. നോക്കി, ചാപ്റ്റർ നമ്പർ 11 എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് SQC 1 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ SQC 1 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് SQC 1 സോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ SA 220, ഇത് രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. രണ്ടും ഒരുമിച്ച് വരാൻ ചാൻസ് കുറവാണ്. ഒന്നുകിൽ SA 220 അല്ലെങ്കിൽ SQC 1 നിന്നായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് SA 210, എഗ്രി ഇൻ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു എസ്സേയും ഇതും അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ചാപ്റ്റർ നമ്പർ 11 നിങ്ങൾ ഫുള്ള് കവർ ചെയ്തിരിക്കണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ A to Z നിങ്ങൾ അതിനകത്ത് കവർ ചെയ്തിരിക്കണം. ഒന്നാമത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നേക്കാരം? SQC 1 എന്നേക്കാരം, അല്ലെങ്കിൽ SA 220 മോസ്റ്റ് പ്രോബബിളി SQC 1 ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ SA 210 അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഇനി പറയുന്നത് മേ ബി ഒരു 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ നമ്പർ 8. ഈ ചാപ്റ്റർ നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റ് റിപ്പോർട്ടിംഗ് അല്ലേ? എന്തുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിംഗ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആക്കാൻ കാരണം? എല്ലാ അറ്റംപ്റ്റിലും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏരിയക്കകത്ത് 2 ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധമുള്ള ഒരുപാട് SS നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? SA 700 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? SA 701 പഠിച്ചിട്ടുണ്ട്, 705 പഠിച്ചിട്ടുണ്ട്, 706 പഠിച്ചിട്ടുണ്ട്, 710 പഠിച്ചിട്ടുണ്ട്. നോക്കി, ഇങ്ങനെ ഒരുപാട് SS നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ SA ഈ പറഞ്ഞ 700 സീരീസ് കംപ്ലീറ്റ് വരുന്നതും നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 8 ഓഡിറ്റ് റിപ്പോർട്ടിംഗ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇത് വളരെയധികം സിമ്പിളാണ്, ബട്ട് ഇത് ഇമ്പോർട്ടൻറ്റുമാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം ഈ ചാപ്റ്ററിനകത്ത് നിന്ന്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇവിടുന്ന് ഏതെങ്കിലും ഒരെണ്ണേക്കാരം അല്ലേ? നമുക്കറിയാം അൺമോഡിഫൈഡ് ഒപ്പീനിയൻ പറയുന്ന SA 700 പറയുന്നുണ്ട്. പിന്നെ 701 അല്ലേ? നമുക്ക് 701 വരെ കുറച്ച് കാര്യങ്ങൾ കീ ഏരിയാസ് പറയുന്നുണ്ട്, KMP പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് 705 മോഡിഫൈഡ് ഒപ്പീനിയൻ പറയുന്നുണ്ട്. 706 പറയുന്നുണ്ട് എന്താ എംഫസിസിങ് ഓഫ് മാറ്റർ പാര, അല്ലെങ്കിൽ 710 പറയുന്നുണ്ട്. അപ്പോൾ 700 സീരീസിനകത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഒരു 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ ഷുഡ് ബി എവിടെ നിന്നേക്കാരം? ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ, ഓൺലി 1 ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ബാലൻസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇനി പെൻഡിങ് ഉള്ളത്. ക്യാരോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി എന്തായാലും എവിടെ നിന്നേക്കാരം? ക്യാരോക്കകത്ത് നിന്നേക്കാരം. അപ്പോൾ ക്യാരോ ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്യാരോ ഈസ് ഓൾസോ എ ഫോം പാർട്ട് ഓഫ് യുവർ ചാപ്റ്റർ നമ്പർ 8. അപ്പോൾ 2 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക എവിടെ അറിയോ? ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 8 സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ചാപ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ക്യാരോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിമൈനിങ് ആയിട്ട് വരുന്ന ഈ പറയുന്ന SAസും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 12 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അല്ല? ഒരു 12 മാർക്കിന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ മാർക്ക് അറേഞ്ച്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്?
ഈ ചാപ്റ്റർ നമ്പർ 11 എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് മിനിമം ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, 6 ക്വസ്റ്റൻ. ചാപ്റ്റർ നമ്പർ 8-നകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 12 മാർക്കിന് ക്വസ്റ്റൻ മിനിമം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റൻ, ഒരു ക്വസ്റ്റൻ 700 സീരീസിനകത്ത് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റൻ എവിടെ നിന്നുണ്ടാവും, ഈ പറയുന്ന ക്യാരൊക്കകത്ത് ഉണ്ടാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ചാപ്റ്റർ നമ്പർ 3 വാ. ചാപ്റ്റർ നമ്പർ 3-കകത്ത് നിങ്ങൾക്ക് മിനിമം 15 മാർക്സിന് ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചാപ്റ്റർ നമ്പർ 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ചാപ്റ്റർ നമ്പർ 3-കകത്ത് നിങ്ങൾക്ക് ഒരു 15 മാർക്സിൻ്റെ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി 15 മാർക്സ് എങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്? നമുക്കറിയാം SA 315, അതുപോലെ 330, അതേപോലെ തന്നെ 320 ഇവിടെ അല്ല വരുന്നത്. ഇവൻ SA 315 ഒക്കെ വരുന്ന ഏരിയ ഏതാണ്? ഈ പറഞ്ഞ ഈ ചാപ്റ്റർ നമ്പർ 3 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു 15 മാർക്സ്. ഇനി 15 മാർക്സിൻ്റെ ക്വസ്റ്റൻ ഒരു 2 ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ? 6+4 പ്ലസ് നിങ്ങൾക്കൊരു 4 മാർക്സോ അല്ലെങ്കിൽ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ അവിടെ MCക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഈ 2 ക്വസ്റ്റൻ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, മറ്റ് 2 MCക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാനുള്ളത് ഈ ചാപ്റ്റർ നമ്പർ 3-കകത്ത് എങ്ങനെയാണ് ഈ 15 മാർക്ക് 12 മുതൽ 15 നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, 15 മാർക്സ് മീൻസ് വാട്ട്, ഒരു 12 to 15 മാർക്കിന് ക്വസ്റ്റൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാപ്റ്റർ നമ്പർ 3-കകത്ത് എക്സ്പെക്ട് ചെയ്യാം, 12 to 15 മാർക്കിന്. ഇനി ഏതൊക്കെ ഏരിയസാണ് അതിനകത്ത് നിങ്ങൾ ഏറ്റവും സ്ട്രെസ് കൊടുക്കേണ്ടത്? അതിനകത്ത് ഫസ്റ്റ് പറയുന്നുണ്ട് നമ്മൾ കൺട്രോൾ റിസ്ക്, ഇൻഹറൻറ്റ് റിസ്ക് പറയുന്നുണ്ട്, അതുപോലെ ഡിറ്റക്ഷൻ റിസ്ക് പറയുന്നുണ്ട്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് ഇൻറ്റേർണൽ കൺട്രോൾസ് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കോമ്പണൻസ് പറയുന്നുണ്ട്, ഒരു 5 ടൈപ്പ് കോമ്പണൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയക്കകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മേ ബി അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെസ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റേർണൽ കൺട്രോൾസ് ആണ്. ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കോമ്പണൻസ് ആണ് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയക്കകത്തുനിന്നായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദിസ് പാർട്ട്. അത് ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ മേ ബി 4 or മേ ബി 6 മാർക്ക് എന്തോ ആവാം, വാട്ട് എവർ മേ ബി. ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം നമ്മുടെ പഴയ സിലബസിനകത്ത് ഉണ്ടായിരുന്ന ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവർ ആ ചാപ്റ്റർ ഡിലീറ്റ് ആക്കിയിട്ട് ആ ചാപ്റ്റർ നേരെ കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 3-കകത്താണ്. അപ്പോൾ ഓട്ടോമേറ്റഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 3-കകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. വിച്ച് മീൻസ് പക്ക IT ഇൻഫർമേഷൻ ടെക്നോളജി കാര്യമാണ് അവിടെ പറയുന്നത്. IT എന്താ, അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണ്, ഒരു കമ്പനിയിൽ IT യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ CAT കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിറ്റിംഗ് അസിസ്റ്റൻറ്റ് ടെക്നിക്ക് എന്താണ്, പിന്നെ ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് അവിടെ പറയും. കൺട്രോൾസ് എന്താണ്, ജനറൽ കൺട്രോൾസ് എന്താണ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്താണ് എന്ന് പറയുന്ന കുറച്ച് ഏരിയ. ഈ ഏരിയക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ 2 ഏരിയക്കകത്ത് നിന്നാണ് ക്വസ്റ്റൻ വരാൻ ചാൻസ് കൂടുതൽ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 12 to 15 മാർക്കിന് പിന്നെ 2 ക്വസ്റ്റൻ MCക്ക് അകത്തുണ്ടാവും. 12 to 15 മാർക്കിൻ്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ചാപ്റ്റർ നമ്പർ 3-കകത്ത് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മിനിമം എത്ര കൊടുക്കാം? നമുക്ക് മിനിമം ഒരു 12 മാർക്ക് കൊടുത്തേക്കാം. ഓക്കെ, മിനിമം നമുക്കൊരു 12 മാർക്ക് കൊടുത്തേക്കാം. നോക്കി, അപ്പോൾ ഈ 3 ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 12 കൂടും അപ്പം തന്നെ എത്ര മാർക്കായി? 24 മാർക്കായി. പിന്നെ 6 കൂടും 30 മാർക്കായില്ലേ? ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 6 പറ. ഞാൻ ഈ ചാപ്റ്റർ നമ്പർ 6 എന്തുകൊണ്ട് പാർട്ട് 1-നകത്ത് A കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തി? ഇതാണ് നിങ്ങളുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കി മക്കളെ, ഈ ചാപ്റ്റർ നമ്പർ 6 ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യന് ഷുവർ 6 അല്ലെങ്കിൽ 4 മാർക്ക്, 6 or 4 അല്ലേ? ഒന്നെങ്കിൽ ഇതിന് ഏറ്റവും ചാൻസ് കൂടുതലുള്ളത് ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ നമുക്ക് 6 കൊടുക്കാം. ഷുവർ ക്വസ്റ്റ്യൻ, കാരണം അത് ഒരു ഡോക്യുമെൻറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ അറ്റംപ്റ്റുകളിലായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ത് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 6. ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു SA 230 ഉണ്ടല്ലോ, അത് മിക്ക അറ്റംപ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ SA 230 അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണം അത് വളരെ സിമ്പിളാണ്, പഠിക്കാനും സിമ്പിളാണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ, അത് എല്ലാ അറ്റംപ്റ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചാപ്റ്റർ ആക്കി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് 3rd ചാപ്റ്ററിൻ്റെ 4th ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കൊടുത്തൊരു ഏരിയ ആണത്. ഈ പ്രാവശ്യം അവർ സെപ്പറേറ്റ് ചാപ്റ്റർ ആക്കി, അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ SA 230 നിങ്ങളുടെ 6th ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റിന് ഷുവറാ മേ ബി 6 or മേ ബി 4. 6 or 4 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവില്ല. മേ ബി എവിടെ ഉണ്ടാവും? MCക്കകത്തോട്ട് 2 മാർക്ക്. 4 മാർക്കിനാണ് അവർ ചോദിക്കുന്നതെങ്കിൽ 4 മാർക്കിനാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 4 മാർക്സിനാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ എവിടെ MCക്കകത്തുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നതെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടാവും? MCക്കകത്തുണ്ടാവും. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് MCക്കകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇതാണ് ചാപ്റ്റർ നമ്പർ 6. നമുക്ക് എന്ത് ചെയ്യാം? ഒരു 6 മാർക്ക് കൂട്ടിക്കോ. ചാപ്റ്റർ നമ്പർ 6-നകത്ത് എന്ത് ചെയ്യും? ഒരു 6 മാർക്ക് കൂട്ടിക്കോ. ഓക്കെ,
അപ്പോൾ തന്നെ നമുക്ക് 36 മാർക്കിൻ്റെ ക്വസ്റ്റനായി അല്ല, അപ്പോൾ തന്നെ നമുക്ക് 36 മാർക്കിൻ്റെ ക്വസ്റ്റനായി. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ നമ്പർ 11 മേ ബി ഒരു ക്വസ്റ്റൻ ആവുള്ളൂ. സോറി, ചാപ്റ്റർ നമ്പർ 11 മേ ബി 2 ക്വസ്റ്റൻ വരാൻ ചാൻസ് ഉണ്ട്. ചാപ്റ്റർ നമ്പർ 11 മേ ബി 2 ക്വസ്റ്റൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു 12 മാർക്ക് ചാപ്റ്റർ നമ്പർ 11 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് ആയി നോക്കി, 12ഉം അപ്പോൾ ടോട്ടൽ നമുക്ക് 12 കൊടുത്താൽ മതി. ചാപ്റ്റർ നമ്പർ 11 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ 6 മാർക്കല്ല 2 മാർക്ക് 2 ക്വസ്റ്റൻ വരാൻ ചാൻസ് ഉണ്ട്. 12 to 15 എങ്ങനെയാണ് വരട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം 36 മാറും അല്ലേ, 36 വരുന്നുണ്ട്. പിന്നെ 42 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഏകദേശം അപ്പോൾ തന്നെ ആയി. പിന്നെ ചാപ്റ്റർ നമ്പർ 1 ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ചാപ്റ്റർ 1 ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ എക്സ്പെക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ എന്താ ചാപ്റ്റർ നമ്പർ 1 നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ചാപ്റ്റർ നമ്പർ 1 എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണെന്ന് പറയാം. ഓഡിറ്റിംഗ് എന്താ, അതിൻ്റെ ബെനിഫിറ്റ് എന്താ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, അതിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ നമ്പർ 1 ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ അതിൻ്റെ ലിമിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റനാണ്. ഓഡിറ്റിംഗ് ലിമിറ്റേഷൻ ഇപ്രാവശ്യം 4 ഹെഡിലാണ്. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, അല്ലെ ടൈം ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ 4 ഹെഡിലാണ് അവരത് കൊടുത്തിട്ടുള്ളത്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിനെ വരാൻ ചാൻസ് ഉള്ളൂ ഇവിടുന്ന്. അല്ലെങ്കിൽ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം SAA അല്ലെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ്, അത് സോറി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ്, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്, ഇങ്ങനെ കുറച്ച് ഏരിയാസിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അല്ലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പറയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇപ്രാവശ്യം അവർ ആഡ് ചെയ്താണ്. അഷുറൻസ് എൻഗേജ്മെൻറ്റിനെ കുറിച്ച് അവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഏരിയക്കകത്തുനിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഏരിയക്കകത്ത് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അഷുറൻസ് എൻഗേജ്മെൻറ്റ് മേ ബി ചോദിക്കാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ് മേ ബി ചോദിക്കാം. ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 6 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര മാർക്ക് ഒന്ന് കൂട്ടി വയ്ക്കുക. ഈ ഒരു 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പെർഫെക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 12, 12, 12, വിച്ച് മീൻസ് എത്ര മാർക്കായി, 30ഉം 36 മാർക്കായി. പിന്നെ 4ഉം കൂട്ടുമ്പോൾ എത്രയായി, പിന്നെ 42 മാർക്കായി. പിന്നെ 48 മാർക്ക് അല്ലെ, 48 to 50 അല്ല, 48 to 50 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒരു അപ്രോക്സിമേറ്റ്ലി 50% മാർക്ക് നമുക്ക് ഈ 4 ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി തിരിച്ചു വാ. ഇനി ബാലൻസ് ഉള്ള 50% ഇവിടെ കിടക്കുന്നത്. ദിസ് ചാപ്റ്റർ ഈസ് വെരി, ഈ 2 ചാപ്റ്ററും എക്സ്ക്ലൂസീവ്ലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ B കാറ്റഗറിയിലോട്ട് മാറ്റി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ലെസ് ഇമ്പോർട്ടൻറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ചാപ്റ്റർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ചാപ്റ്ററുകളായിരിക്കാം മേ ബി. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ 2 ചാപ്റ്ററിനകത്തുള്ളത് എന്താണ്, ഫുൾ എസ്സേസ്, ഫുൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്, ഫുൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഓക്കെയാണ്, ഫുൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി ഈ 2 ചാപ്റ്ററും കൂടി എങ്ങനെ ക്വസ്റ്റ്യൻ വേദിച്ച് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറയും ചാപ്റ്റർ നമ്പർ 4 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത്. ചാപ്റ്റർ നമ്പർ 4 നിങ്ങൾക്ക് ഒരു 25 മാർക്സിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ചാപ്റ്റർ നമ്പർ 4 നിന്ന്. അത് ഞാൻ പറയാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പറയാൻ കാരണം ഫുൾ അതിനകത്ത് essay ആണ്. നമുക്കറിയാം SA 500 സീരീസ് ഉണ്ടല്ലോ, SA 500 സീരീസ് കംപ്ലീറ്റ് ആയിട്ട് അവർ ചാപ്റ്റർ നമ്പർ 4 വരുന്നുണ്ട്. SA 500, അതുപോലെ 510, അതുപോലെ തന്നെ 520, അതുപോലെ 530 അല്ലെ, 505 അല്ലെ, 560, ഈ പറഞ്ഞ എല്ലാ സീരീസും അതിനകത്ത് വരെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഈ ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നിങ്ങളുടെ 7th ചാപ്റ്ററിനകത്താണ് വരുന്നത്. ഈ പ്രാവശ്യം അവർ 450 ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 450 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം പുതിയതായിട്ട് കൊണ്ടുവന്നുകൊണ്ട് മാത്രം. പിന്നെ 260 ഉണ്ട്, 265 ഉണ്ട് അല്ലെ, കുറച്ച് പിന്നെ കുറച്ച് 500 സീരീസിൽ തന്നെ കുറച്ച് എസ്സേഴ്സും അതിനകത്തുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ 7th ചാപ്റ്ററും അതുപോലെ തന്നെ 4th ചാപ്റ്ററും കംപ്ലീറ്റ് എസ്സേസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് 4th ചാപ്റ്ററിനകത്ത് മിനിമം ഒരു 20 കൊടുക്കാം. ഒരു 20 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ 7th ചാപ്റ്ററിനകത്ത് എന്തുണ്ട്, ഒരു 10 മാർക്ക് 15 മാർക്ക് നമുക്കൊരു റേഞ്ചേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. 20 to 25 പറയാം, അല്ലെങ്കിൽ 10 to 15 പറയാം. ആൻഡ് ചാപ്റ്റർ നമ്പർ 2 നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ചാപ്റ്റർ നമ്പർ 2 6 അല്ലെങ്കിൽ 6 to 8. ഈ 6 to 8 മീൻസ് ഇവിടുന്ന് 2 മാർക്ക്. ഇവിടുന്ന് MCക്ക് അവർ ചോദിക്കുക, MCക്ക് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്ററിനകത്ത് ഉണ്ടാവും. ഈ ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. MCക്ക് അവർ ചോദിക്കാറുണ്ട്, നോർമലി ടെസ്റ്റ് ചെയ്യാറുണ്ട് ചാപ്റ്റർ നമ്പർ 2 ഇതാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റർ, ഈ പറയുന്ന 8 ചാപ്റ്ററും കൂടി പെർഫെക്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, ഇത്രയും മാർക്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാൻ ഒരു 40 അല്ലെങ്കിൽ ഒരു 30
5 to 40 മാർക്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഏരിയയും കൂടി കവർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഒരു അപ്രോക്സിമേറ്റ്ലി 70 to 80% ഈ ചാപ്റ്റർ കവർ ചെയ്ത്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഏരിയ ആണിത്, ചാപ്റ്റർ നമ്പർ 10, അതുപോലെ ചാപ്റ്റർ നമ്പർ 9 ആൻഡ് ചാപ്റ്റർ നമ്പർ 5. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് ടേക്ക് ചാപ്റ്റർ നമ്പർ 10, യുവർ ബാങ്ക് ഓഡിറ്റ്. ബാങ്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 10 വരുന്നത്. ആൻഡ് ബാങ്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ആൻഡ് 100% അല്ലെങ്കിൽ 99% ഷുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് MCQ ടെസ്റ്റ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് ബാങ്ക് ഓഡിറ്റിനകത്ത് ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും. ബാങ്ക് ഓഡിറ്റിനകത്ത് നിങ്ങളുടെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് 2 കേസ് സ്റ്റഡി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചാൻസ് അല്ല, 2 കേസ് സ്റ്റഡി വരും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ബാങ്ക് ഓഡിറ്റ് ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് 2 കേസ് സ്റ്റഡി വരും അല്ലേ, 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് MCക്ക് 30 മാർക്സ് അല്ലേ, MCക്ക് 30 മാർക്സ് ആണ്. അതുകൊണ്ട് തന്നെ MCക്ക് 30 മാർക്സ് ആയതുകൊണ്ട് തന്നെ ഇവർ 2 കേസ് സ്റ്റഡി വരും അല്ലെ. അതിൽ ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഡിറ്റുമായി ബന്ധമുള്ള കേസ് സ്റ്റഡിയാണ് ബാങ്ക് ഓഡിറ്റ്. ഞാൻ വീണ്ടും പറഞ്ഞു, ബാങ്ക് ഓഡിറ്റിനകത്ത് ഒരു കേസ് സ്റ്റഡി വരാൻ ചാൻസ്. രണ്ടാമത്തെ കേസ് സ്റ്റഡി നമ്മുടെ SSL സ്റ്റാൻഡേർഡ്സിന് ഓഡിറ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് 2 കേസ് സ്റ്റഡി വരാൻ ചാൻസ്. ഇത് പ്രോബബിലിറ്റി 90% ചാൻസ് കാണുന്നത് ബാങ്ക് ഓഡിറ്റിൽ നിന്നാണ് നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിത് അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ബാങ്ക് ഓഡിറ്റ് അവർ യൂഷ്വലി 2 രീതിയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് MCക്ക് ഷുവർ ടെസ്റ്റ് ചെയ്യും, പിന്നെ അവർ കേസ് സ്റ്റഡി കൊടുത്തത് നിങ്ങളുടെ MCക്കുനകത്ത് കേസ് സ്റ്റഡി ബാങ്ക് ഓഡിറ്റ് ആണെങ്കിൽ ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവും, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിനകത്തുണ്ടാവും. സോ ബാങ്ക് ഓഡിറ്റ് ഇസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബാങ്ക് ഓഡിറ്റിന് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണം. ഇനി രണ്ടാമതുള്ളത് നമ്മൾ ഈ 2 ചാപ്റ്റർ, ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയി വരുന്ന ചാപ്റ്ററാണിത്. ചാപ്റ്റർ നമ്പർ 9 ചാപ്റ്റർ നമ്പർ 5. എന്തുകൊണ്ടറിയോ? നമുക്കറിയാം ചാപ്റ്റർ നമ്പർ 9 ഉണ്ട്, ചാപ്റ്റർ നമ്പർ 5. ചാപ്റ്റർ നമ്പർ 5 എന്താ? ഡിഫറെൻറ്റ് ടൈപ്സ് ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ. അതായത് ഒരു കമ്പനീൻ്റെ FS ഓഡിറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, ലോൺസ് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, ബോറോയിങ്സ് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, പർച്ചേസ് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, സെയിൽസ് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം. അതിലൊരു ട്രിക്ക് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചെക്ക്, വെരിഫൈ അല്ലെങ്കിൽ ഇവാലുവേറ്റ്, ലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൾ മാറ്റി കൊടുത്താൽ മതി എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, മേ ബി 6 or maybe 4. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്, സിനിമ ഹാൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, ട്രേഡ് സെൻറ്റർ എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, LLP എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എങ്ങനെ, NGO എങ്ങനെ, ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റികൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഷുവറാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്ത് വരിക, അങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ടോട്ടൽ 18 to 20 മാർക്സ് നിങ്ങൾക്ക് ഈ ഒരു 3 ചാപ്റ്ററും കൂടി കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് 100% ഓഡിറ്റിംഗ് അവർ അറേഞ്ച് ചെയ്യുക. സോ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 5 ചാപ്റ്റേഴ്സാണ് ഞാൻ ഇവിടെ പഠിക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ നമ്പർ 11 ഇസ് ഇമ്പോർട്ടൻറ്റ്. 8, 3, 1 and 6. ഞാൻ ഈ കൊടുത്ത ഓർഡറിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കൊടുത്ത ഓർഡറിൽ പഠിച്ചു വന്നാൽ ഈ ചാപ്റ്റേഴ്സ് ഞാൻ ഈ കൊടുത്ത ഓർഡേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പറയണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചോ. ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞെന്നോ, ഏതൊക്കെ ഏരിയ ആണ് സ്പെസിഫിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫോർ എ ബെസ്റ്റ് പ്ലാൻ, എ ബെസ്റ്റ് സ്ട്രക്ചർ ഫോർ ഓഡിറ്റിംഗ്.